ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വെണ്ടക്ക കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനകത്തേക്ക് ഒരു 10 വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചത്, ഒരു പിടി ചുവന്നുള്ളി, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം വെണ്ടക്ക ഇതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു മിക്സ് റെഡിയാക്കാനുണ്ട്. അതിനകത്തേക്ക് 10-20 നിലക്കടല, ഒരു 1/2 ടീസ്പൂണോളം മല്ലി, മുഴുവൻ മല്ലി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി തരിപ്പായി പൊടിച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് ഏകദേശം ഒരു 2 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായ ഈ റെസിപ്പി താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി വെണ്ടക്ക റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. താങ്ക് യു. ബൈ ബൈ.